ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ മസാലക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സോയാബീൻ എടുത്തിട്ടുണ്ട്, അതും കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 3 മസാല തേച്ച് വയ്ക്കാനാണ്, വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 3ലേക്കും ഉപ്പ് വിതറി കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓണം സ്പെഷ്യലായിട്ട് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലക്കറിയൊക്കെ ഇട്ടിട്ടുണ്ട്. വറുത്തരച്ച മസാലക്കറിയാണത്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ഓണം സ്പെഷ്യൽ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സോയാബോളും ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും നല്ലപോലെ ഒന്ന് മസാല തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം സോയാബോളൊന്ന് വറുത്തെടുക്കാം. നല്ലോണം മുരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് എണ്ണയിലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ. അപ്പോൾ ഇതൊന്ന് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്ര ആയാൽ മതി, നല്ലോണം കൂടെ മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് ഞാൻ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ കോളിഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതും ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇനി ഞാൻ ഈ എണ്ണയിൽ തന്നെ ഒരു 2 സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഓണം സ്പെഷ്യൽ കുറേ വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ചാനലിലൊന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മുളക് പൊടി ഇട്ടതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 തക്കാളി, പിന്നെ കറിവേപ്പില. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ആ മസാലയും തക്കാളിയൊക്കെ ഒന്നും കൂടെ കുക്കായി വരട്ടെ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത സോയാ ബോളും ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് കോളിഫ്ലവറും സോയാ ബോളും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ച് വരട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. വീട്ടിൽ പൊടിച്ചതാണ്. ചിക്കൻ മസാലയുടെ റെസിപ്പിയൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കുകയാണ്. എരിവില്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, മറക്കരുത്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻ്റ് ഒന്നും അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നല്ലോണം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഈ വരട്ടിയെടുക്കില്ലേ അതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ അതായിട്ടുണ്ട്. നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ഓണം സ്പെഷ്യൽ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.